സഞ്ജീവനിരിക്കെ എഴുന്നേൽക്ക്. സാധാരണ ആളുകൾ ഫേസ് ചെയ്യുന്നത് മറ്റേ അഹംഭാവം കൂടുതലാണ്, മറ്റേ സിനിമയിൽ വന്ന ജാടയാണ്, അതാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് അധികം കേട്ടിട്ടുള്ളത്. ഇതെന്തൊരു ജന്മോ, എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ ശരിയാ. എന്നെ നമ്പി ഇതിന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എൻ്റെ ഒരു സ്ഥായിയായി എനിക്കത് മാറ്റാൻ പറ്റില്ല. അതിലെന്തെങ്കിലും തെറ്റ് ഇല്ല ഇല്ല ഇല്ല. കിടക്കണം, തറയാവണം. മനസ്സിലായോ? മനസ്സിലായി. ഇനി സാറ് നോക്കിക്കോ. Silent always comes up silent. അയ്യോ സർ 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 മതിയട വളഞ്ഞ് ഇനി ഒടിഞ്ഞു പോകും. അധികം കുനിഞ്ഞ തല തറയിൽ തട്ടും. പൊന്നോ ഒടുക്കത്താ പിന്നെ എന്തൊരു എളിമ, എന്തൊരു വിനയം. വലിയ വലിയ കലാകാരന്മാർക്ക് ഇങ്ങനെ തന്നെ. Great human being. Past 30-35 years, very good family friend. ഭയങ്കര വിനയാണല്ലോ. ഒരു പൊടിക്ക് പറയാം. അവർ ഡയറക്ഷനിൽ നടിക്ക മുടിഞ്ഞത് എന്നോട് പുണ്യം. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം. ഇയേഴ്സുக்கு மேலான ஃப்ரெண்ட்ஷிப். அவர் கூட எல்லாம் ஒரு ஃப்ரெண்டா இருக்கிறது, அவர் டைரக்ஷனில் நடிக்க முடிஞ்சது இதெல்லாம் தான் லைஃப்லயே மிகப்பெரிய സന്തോഷം. ഈയിടെയായിട്ട് പുള്ളി കളിയാക്കുന്നുണ്ടോ ആൾക്കാർ? എളിമ ഓടിപ്പോയത്. അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എന്നാ വിളിക്കണേ. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണ്. അറിഞ്ഞില്ല, ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി. ഹലോ സാറന്മാരെ നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ.